ഉരുകി ഉരുകി പോനതടി. ഓ സഹിക്കാൻ പറ്റാതെ ചൂടാ. ഇങ്ങനെ പോയോണ്ടല്ലോ നമ്മളെല്ലാം എണ്ണ ഉരുകി ഉരുകി ചാവും. എനിക്കാണെങ്കിൽ ചൂട് നെറുതലേക്ക് കയറിട്ടെ വെപ്രാളം വരുന്നു. ചേട്ടാ ചായ ഇല്ലയോ? പെട്ടെന്നാട്ടെ. നല്ല ചൂട് ഉണ്ണിയപ്പം ഉണ്ടറാ ചേട്ടാ. ഒരു 3 ഉണ്ണിയപ്പം. 4 ഉണ്ണിയപ്പം നല്ല ചൂടായിട്ട് വേണേ. തിളച്ച എണ്ണ ഇട്ടേ കോരിയം കുടിക്കാൻ തോന്നില്ലേ? ചായ ഇതിന് ചൂടില്ലല്ലോ ചേട്ടാ. ഇതൊന്നും കൂടെ ഒന്ന് ചൂടാക്കി തരുമോ? ഇപ്പൊ തിളച്ച വെള്ളം കോരിയില്ല അങ്ങോട്ട് ചായ ഉണ്ടാക്കി തന്നെ. ഒരു ചൂടില്ലെന്നോ? ഓ എന്തൊരു ചൂടാടാ. AC ഒന്ന് കൂട്ടിയിടാ. എടാ AC മാക്സിമം ആടാ 16. എടാ ഈ -2 പോകുന്ന AC ഒക്കെ ഉണ്ടായിരുന്നു, കൊള്ളായിരുന്നു. -2 കിട്ടുന്ന ഒരു ഐറ്റം ഉണ്ട്. അതേ എപ്പോ AC അല്ല ഫ്രിഡ്ജ്. അത് നിന്റെ തന്റെ കൊണ്ട് അടിയിടാനുള്ള ത്രാണിയില്ല. എടോ ആ പ്രോജക്റ്റ് പെട്ടെന്ന് തന്നെ എടുക്കണം. ഞാനൊരു കണ്ടുപിടുത്തം കണ്ടുപിടിച്ചു. എന്തുവാ? നമ്മുടെ ഭൂമിയെ സൂര്യന്റെ ചൂടിൽ നിന്ന് രക്ഷിക്കുന്ന ഒരു കണ്ടുപിടുത്തം. അതെന്താ കണ്ടുപിടുത്തത്? സൂര്യനിൽ നിന്ന് രശ്മികൾ ഭൂമിയിലോട്ട് പതിക്കുമ്പോഴാണല്ലോ ചൂടെടുക്കുന്നത്. ആണോ? അത് വരാതിരുന്നാലോ? അതെങ്ങനെ? നമ്മൾ ഒരു കവചം ഉണ്ടാക്കുന്നു, ലൈക്ക് എ കൂൾ ഫിലിം. ഈ ഭൂമിക്ക് ചുറ്റും കവചം. കൂൾ ഫിലിമിന്റെ. ഞാൻ അത്രയ്ക്ക് മണ്ടനല്ല സാറേ. പിന്നെ നമ്മൾ ഭൂമിക്ക് ചുറ്റുമല്ല, സൂര്യന് ചുറ്റും. ഇന്നലെ ഞാൻ സൂര്യനെ നോക്കുമ്പോൾ തേണ്ടി തറയുണ്ടായിരുന്നു. വൈകിട്ടാകുമ്പോൾ തേണ്ടി ഈ തറയാ. ഒരു കവർ ഉണ്ടാക്കി ഇട്ടാ മതി സാറേ, എല്ലാം സെറ്റാ. നീ ഒരു കവർ ഉണ്ടാക്കി നിന്റെ വായിലിട്. ഇതാ വരുന്നേ. സാറേ പോലെ സാറേ, ഞാൻ ഇന്നലെ വണ്ടിക്ക് മേടിച്ച കൂൾ ഫിലിം എന്റെ വീട്ടിൽ ഇരിപ്പുണ്ട്. അത് വെച്ച് ഒട്ടിച്ചു തരാം സാറേ. ഇവിടുന്ന് റോക്കറ്റ് എപ്പോഴാ ഞാൻ പോയി ഒട്ടിച്ചിട്ട് തരാം സാറിന് പറ്റത്തില്ലെങ്കിൽ. വീട് പിടിക്കുമെന്ന് ചൊല്ലിയായിരിക്കും അത് പറയാഞ്ഞത്. സാറേ ഇപ്പൊ കുഴപ്പമില്ല, 40% ഒട്ടിക്കാൻ പറ്റും. ഇനി വാ, ഞാൻ ഒട്ടിച്ചു തരാം. റോക്കറ്റ് എപ്പോഴാ? ഇപ്പൊ ചൂട് കുഴപ്പമില്ല. ഓക്കെ. എന്നാലും ഇത് എന്തൊരു മുടിഞ്ഞ ചൂടാണ് വെളിയില്. എനിക്കോട് പറ്റുന്നില്ല. ഈ മനുഷ്യരൊക്കെ ഈ വയറ്റ് എങ്ങനെ നടക്കുന്നത്? ഉണ്ണിയപ്പത്തിനെ ഇച്ചിരി ചൂടാവായിരുന്നില്ലോ. നാളെ നിന്റെ കൈ പൊള്ളി നാളെ ചുമന്ന് നാളെ പഴുത്തവിടെ ഇരിക്കുന്ന പോയ. ഇത് കഴിഞ്ഞിട്ടേ നമുക്ക് നല്ല ചൂട് ബിരിയാണി കഴിക്കാൻ പോയത്. നല്ലൊരു തീരുമാനം. കല്യാണ ബിരിയാണി ഉണ്ട്, പൊളിയായിരിക്കും. ചേട്ടാ ഒരു ചായ കൂടെ. എനിക്ക് കട്ടൻ മതി. ഒരു കട്ടൻ. എടാ നമ്മക്കേ ഒരു ട്രിപ്പ് പോയാൽ അത് നല്ലൊരു തീരുമാനമായിരിക്കും. അങ്ങനെ ഉണ്ടെങ്കിലേ നമുക്ക് രാജസ്ഥാനിൽ പോവാം. അവിടെ ആകുമ്പോൾ നല്ല ചൂടാ. അവിടെ അത്ര ചൂടില്ല. നമുക്കൊന്നെങ്കിലേ പാലക്കാട് വഴി നമുക്ക് ചെന്നൈ പോവാം. ചെന്നൈയിലാന്ന് ഈ പുതിയൊരു സാധനം കിട്ടുന്നുണ്ട്, കത്തിരിച്ചൂട്. സീന കത്തിരിച്ചൂട്. അതൊക്കെ ഉള്ളൂ. പാലക്കാട് വഴി അങ്ങ് പോവാം. സെറ്റാ മോനെ. ബൈക്കിലങ്ങ് പോയാലോ? അതേ ഉള്ളൂ. ഇത് കുടിച്ചിട്ട് അങ്ങോട്ട് തീരുന്നില്ലോടാ. ഇതിനകത്ത് കിടക്കുന്ന പാതി നിന്റെ വേർപ്പാ. സോറി. എന്തിനാണ് ഇതൊക്കെ ഇളക്കുന്നത്? താഴെയാകുമ്പോ 1 ഡിഗ്രി സെൽഷ്യസ്, മണ്ടൊക്കെയാകുമ്പോ -2 ഡിഗ്രി. ഞാൻ ഫ്രീസറിൽ കയറി ഇരിക്കാൻ പോവാം. നീ വേണമെങ്കിൽ താഴെ ഇരിക്കാം. നീ ഇരിക്കടാ, ഞാൻ ഇപ്പൊ വരാതെ. പെട്ടെന്ന് വന്നില്ലെങ്കിലേ താഴെ കാലെടുത്ത് നോക്കേ. പിന്നെ കാലമൊന്നും കിട്ടിയില്ലെന്ന് പറയരുത്. ഞാൻ പറയാം മണ്ടത്തര, എനിക്ക് മനസ്സിലായത്. ദൈവം കാത്തു. സാറേ റോക്കറ്റ് എപ്പോഴാ പോകുന്നത്? മറ്റന്നാൾ വിടും. ഞാൻ ഒരു ബക്കറ്റ് വെള്ളമായിട്ട് പോവാം. അത് കെടുത്ത, അതാ നല്ലത്. സത്യം, വെള്ളം കോരി ഒഴിച്ച് കെടുത്ത. ബുദ്ധിപരമായിട്ടുള്ള നീക്കാ സാറേ. നിന്നെ അങ്ങ് കത്തിച്ചാ മതി. ബക്കറ്റിൽ ഒഴിക്കാവുന്ന വെള്ളമല്ല സാറേ. ബുദ്ധിയില്ല. ശരിക്കുവേ ഈ ചൂടത്ത് ഈ തണ്ണിമത്തങ്ങ കഴിക്കണമെന്നാ പറയുന്നേ. കാരണം ഈ ജലാംശമേ ഇതിൽ കൂടുതലാ. പുറം കഴിച്ചാലോ? നീ നോക്കിയിട്, എനിക്കറിയത്തില്ലല്ലോ. ഇത് പൊളിയായിരിക്കും. മഞ്ഞലയും കണ്ടോ? എടാ ഇത് ഭയങ്കര തണുപ്പാണല്ലോ ചേട്ടാ. ചൂട് തണ്ണിമത്തങ്ങ ഉണ്ടോ? ഇത് ഭയങ്കര തണുപ്പാ. നമുക്കേ വീട്ടിൽ കൊണ്ടൊരു ചൂടുവെള്ളത്തിൽ പുഴിയും കഴിക്കാം. അത് നല്ലൊരു തീരുമാനമാണ്. തൂക്ക്. ഓ പോകുന്ന വഴിക്ക് ഏതെങ്കിലും ഹോട്ടലിൽ കയറി കുറച്ച് തിളച്ച വെള്ളം കുടിക്കണം, ഇല്ലെങ്കിലേ ശരിയാവത്തില്ല. അത് വിളിക്കും. ഞാൻ നോക്കിയിട്ട് ആ സമയത്ത് മുഹൂർത്തം ഇല്ല. തിരുമേനി ആ സമയത്ത് മുഹൂർത്തം കിട്ടിയേ പറ്റൂ. നിങ്ങൾ രാത്രി കല്യാണം വെച്ചാ ഞാൻ മുഹൂർത്തം അങ്ങനെ ഒപ്പിക്കാനാ? നിങ്ങൾ പകലല്ലോ കല്യാണം വെക്ക്. പകല് കല്യാണം വെച്ചാൽ ചൂട് കാരണം ആരും വരൂല്ല തിരുമേനി. ഞാനും വരത്തില്ല കേട്ടോ. കണ്ടോ ഇവനും വരത്തില്ലെന്ന്. ഈസി കൺവെൻഷൻ സെന്റർ ഉണ്ടല്ലോ. ഉണ്ട്, അവിടെ വരെ ആൾക്കാർ വരണ്ടായോ? ചൂട്
ചൂട് കാരണം ആരും വരൂല. നീ നാട് പോലും വരത്തില്ല. നിനക്കൊക്കെ ഫോട്ടോ ഷൂട്ട് നടത്താൻ വേണ്ടി കടൽ തീർത്ത് പോകാമായിരുന്നല്ലോ. കല്യാണം നിനക്കൊന്നും പകല് നടത്താൻ പറ്റത്തില്ല. ആ ശരി തിരുമേനി. അല്ലല്ലേ മുഹൂർത്തമൊന്നും വേണ്ട. നീ എവിടാ ഹണിമൂൺ പ്ലാൻ ചെയ്യുന്നത്? അന്റാർട്ടിക്ക. സാറേ റോക്കറ്റ് വിടുന്ന നഷ്ടത്തിലാന്ന് എനിക്കറിയാം സാറേ. പക്ഷെ 4 ടോറസ് മണ്ണ് കിട്ടുമോ? അത്യാവശ്യമാണ്. സൂര്യൻ വന്ന് അസ്തമിക്കുമല്ലോ സാറേ. ഈ അസ്തമിക്കുന്ന സമയത്ത് ഈ 4 ടോറസ് മണ്ണ് കൊണ്ടുവന്ന് അതിന്റെ മണ്ടയ്ക്കങ്ങ് മൂടണം. മൂടിക്കഴിഞ്ഞ് പുല്ല് രാവിലെ എണ്ണിച്ച് വരത്തില്ലല്ലോ. പൊളി ഐഡിയ. ഇതാകുമ്പോ 4 ലോഡ് മണ്ണിന്റെ കാര്യം മാത്രമേ ഉള്ളൂ, നഷ്ടമൊന്നും ഇല്ല. ഇപ്പം ലോഡിന് 25,000 രൂപ ആകത്തുള്ളൂ ഒരു ലോഡിന്, അത്രേ ഉള്ളൂ. സാറിന് ഒരു നഷ്ടമില്ല. പ്ലാന് ജയിക്കും. മഴക്കോളൊക്കെ വരുന്നുണ്ടല്ലോ, മഴ പെയ്യോ? മഴ പെയ്യുന്നത് ചൂട് പോവാനല്ല, ആവി കൂടാൻ വേണ്ടിയാ. ആവി പുഴുങ്ങുമ്പോളേ കിട്ടുന്നൊരു ഫീൽ ഉണ്ടല്ലോ, അത് പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റില്ല സാറേ. മാഗി ഉണ്ടാക്കാന്ന് വെച്ചാ ഗ്യാസ് തീർന്ന്. ഞാനില്ലല്ലോ. പിന്നെ ഇയാളോട് പറഞ്ഞിട്ടില്ലേ ഗ്യാസ് ഇരുന്ന്? ചൂടുവെള്ളം പോരാ മാഗി ഉണ്ടാക്കാൻ. സമയം രാവിലെ 10 മണി കഴിഞ്ഞില്ലയോ? ചൂടുവെള്ളം വേണമല്ലയോ? ഇപ്പം തരാം. എന്തായാലും വാട്ടർ ടാങ്ക് മണ്ടയ്ക്ക് ചുട്ടുപൊള്ളി കിടക്കുന്നുണ്ട്. എവിടെ തുറന്നാലും ചൂട് വെള്ളേ വരത്തുള്ളൂ. അത് ഞാൻ ഇപ്പോഴാണ് ഓർത്ത്. എടാ ഇത് കൊണ്ട് മാഗി ഉണ്ടാക്കാം. അരി തിളപ്പിക്കാനുള്ള വെള്ളം എടുക്കാനുള്ള കലം ഇങ്ങ് എടുത്തോണ്ട് വാ, ഞാൻ എടുത്തുതരാം. ഹലോ ഹലോ. എടാ ആ എടാ എനിക്ക് സൂര്യാഘാതം ആയിട്ടാ. എന്നിട്ട് വല്ലതും പറ്റിയോടാ? എടാ കുഴപ്പമൊന്നുമില്ല. എന്നാലേ ഞാൻ നിന്നെ കാണാൻ വരാം. എടാ നിക്ക് വരുമ്പോളേ നല്ല തിളച്ച ചായ വാങ്ങിക്കൊണ്ട് വരണേ. വരാം. ഫ്ലാസ്കിനകത്ത് ഓ നല്ല തിള വേണം. മേടിച്ചോട്ട് വരാം. എന്ന് പെട്ടെന്ന് വാ. ശരി. സാറേ സൂര്യന്റെ പരിപാടിയൊക്കെ ഞാൻ വിട്ടു. സാറേ എനിക്കൊരു ഇരുമ്പിന്റെ പെട്ടി കിട്ടും. ഇരുമ്പിന്റെ പെട്ടി. ഇരുമ്പിന്റെ പെട്ടി മാത്രം പോരാ, മീനിന്റെ കൂടെ കിട്ടുന്ന ഐസും കൂടെ വേണം. ഈ ഇരുമ്പിന്റെ പെട്ടിക്കകത്ത് ഒരു ചാക്ക് മണ്ണ് നമ്മൾ അങ്ങ് നിരത്തുന്ന മണ്ണിന്റെ മണ്ടയ്ക്കോട്ട് ഐസും കൂടെ വാരിയിടുന്നു. ഏതാ നമ്മുടെ ആ മീനിന്റെ ഐസ്, അതും കൂടെ വാരിയിട്ട് കഴിഞ്ഞിട്ട് അതിൻ്റെ അകത്തിലോട്ട് മനുഷ്യന്മാരെ നമ്മൾ കയറ്റി കിടത്തുമ്പോ നല്ല തണുപ്പായിരിക്കുമല്ലോ. അപ്പൊ നമ്മൾ ഈ ചൂടുകാലത്ത് മൊത്തം മനുഷ്യന്മാരെ അതിൽ നമ്മൾ കിടത്തുന്നു സാറേ. തണുപ്പ് കാലമാകുമ്പോ ഇയാളെ നമ്മൾ പുറത്തു വിടും. എങ്കിൽ തനിക്കൊന്നും പരീക്ഷിച്ചുകൂടായോ? അയ്യോ പെട്രേഡിയാണ് സാറേ, ഐസ് മേടിക്കാൻ ആളെ വിട്ടിട്ടുണ്ട്. ആണോ? എങ്കിൽ താൻ അതിനകത്ത് കയറി കിടന്നിട്ടേ പൂട്ടിയിട്ട് താക്കോൽ എന്റെ കയ്യിൽ തരണം. സെറ്റ് പെട്രേഡിയൊക്കെ സാറ് സമ്മതിച്ചടാ. അങ്ങനെ ആ ശല്യം ഇങ്ങനെ അങ്ങ് വഴിപ്പോ. ഇപ്പോൾ കിട്ടിയ പ്രധാന വാർത്ത, കേരളത്തിലെ ഡാമുകളുടെ അറ്റകുറ്റപ്പണി നടക്കുന്നതിനാൽ 4 ദിവസത്തേക്ക് വൈദ്യുതി മുടങ്ങും. ഇനിയിപ്പോ വീട്ടിൽ കയറാം. ശങ്കര ശിവ 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 ശങ്കര.